അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളിയാഴ്ച പെരുന്നാളായാൽ ജുമുഅ നിർബന്ധമില്ല എന്ന ഒരു മൗലവിയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇതിന് മഹാന്മാരായ പണ്ഡിതന്മാർ എന്താണ് വിവരിച്ചത് എന്ന് പറയാമോ? വെള്ളിയാഴ്ച ദിവസം പെരുന്നാളായാൽ പെരുന്നാൾ നിസ്കാരം കൊണ്ട് ജുമുഅ ഒഴിവായി പോകുമോ? ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം മാസം കണ്ടു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പെരുന്നാളാണ്. പ്രവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും പെരുന്നാളാണ് വെള്ളിയാഴ്ച. മാസം കണ്ടു കഴിഞ്ഞാൽ വ്യാഴാഴ്ചയും, കാരണം അവർക്ക് ഒരു ദിവസം മുമ്പേ നോമ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ 4 മദ്ഹബും പറയണം. കാരണം 4 മദ്ഹബിലും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രവാസികളൊക്കെ അവിടെ ജീവിക്കുമ്പം അവരുടെ ആ നാട്ടിലെ മദ്ഹബ് പ്രകാരമായിരിക്കും അവിടെ പോവുക. അപ്പോൾ അവിടെ ഷാഫഈ മദ്ഹബുകാരുണ്ടാകുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം വരും, ഇതെന്താ ഇങ്ങനെ എന്നുള്ളതൊക്കെ. മാത്രമല്ല, മൗലവിമാരിങ്ങനത്തെ പ്രസംഗം കേട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഈനാസ് ഉണ്ടാക്കും. വഹാബികൾ പറയുന്നത് നോക്കണ്ട, അവർക്ക് തന്നെ എന്താണെന്ന് അറിയില്ല. ഇന്ന് പറഞ്ഞാലല്ല നാളെ പറയാം, ഈ വർഷം പറഞ്ഞാലല്ല അടുത്ത വർഷം പറയാം, മാറ്റി പറയാനൊക്കെ സാധ്യതയുണ്ട്. മദ്ഹബിലും വിശ്വാസമല്ല. അങ്ങനെ വലിയ അപകടമാണ് അവരെ ഫോളോ ചെയ്താൽ. കാരണം അടുത്ത വർഷം മാറുമോ പറയാൻ പറ്റില്ല, അല്ലാഹു ആലം. അപ്പോൾ ഈ വർഷം ഇത് കേട്ടുകൊണ്ട് ജീവിച്ച ആളുകളോ അവരുടെ ഈമാനോ അതിനൊക്കെ ആരും ഉത്തരവാദിയാകും? അപ്പോൾ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മദ്ഹബിൽ വിശ്വാസമല്ല, അതുപോലെ തന്നെ ഇമാമിയങ്ങളുടെ പല ഗ്രന്ഥങ്ങളിലും വിശ്വാസമല്ല. അതൊക്കെ പാള കിതാബ് ശരിയാവില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വിടുക. ഏതായാലും പിന്നെ ഇത് ഹദീസിലൊക്കെ അങ്ങനത്തെ പരാമർശങ്ങൾ നടന്നല്ലോ, ചില ആളുകളോട് എൻ്റെ ജുമക്ക് പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞല്ലോ എന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ചുകൊണ്ട് 4 മദ്ഹബിന്റെ വീക്ഷണങ്ങളും ആ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഇവിടെ പറഞ്ഞ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ആ മദ്ഹബിലുള്ള ഈ സഹാബും അതിൻ്റെ അനുയായികളും ഒക്കെ വ്യക്തമായിക്കൊണ്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു പ്രശ്നവുമില്ല. അവിടെ നമ്മളായിട്ട് ഒരു മതവിധി ഉണ്ടാക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ മദ്ഹബിന്റെ വീക്ഷണം എന്താണ് എന്നുള്ളത് മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മീസാനു ഷഅറാനി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. മീസാനു ഷഅറാനി എന്ന് പറയുന്ന കിതാബിന്റെ 2-ാം വാള്യത്തിന്റെ 242-ാമത്തെ പേജ് നോക്ക്. ഹുക്കുമു സ്വലാത്തുൽ ജുമഅത്തി ഇൻ സാദഫത്ത് യൗമ ഈദിനുണ്ടോ? യാദർശികമായിട്ട് വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ ജുമഅയുടെ വിധി എന്താകും? അതാണ് ഹഡിങ് തന്നെ. ഖൗലു ഷാഫി മദ്ഹബിന്റെ വീക്ഷണം അവിടെ വ്യക്തമായിട്ട് പറയുന്നു. ഇദാ വാഫഖ യൗമ ഈദിൻ യൗമ ജുമഅത്തിൻ ഫലാ തസ്ഖുതു സ്വലാത്തുൽ ജുമഅത്തി ബിസ്വലാത്തിൽ ഈദി അൻ അഹ്ലിൽ ബലദി. ഒരു നാട്ടിൽ ജുമഅ നടക്കുമ്പം അവിടെ പെരുന്നാൾ നിസ്കാരം അവിടെ ആ നാട്ടുകാർ നിസ്കരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ആ നാട്ടുകാർക്ക് ഒരിക്കലും ജുമഅ ഒഴിവായി പോകൂല. കാരണം പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശക്തിയേറെ സുന്നത്ത് നിസ്കാരമല്ലേ. അതുകൊണ്ട് എങ്ങനെ ഈ പറയുന്ന ജുമഅ ഒഴിവായി പോവുക? ജുമഅ നിർബന്ധമല്ലേ, അപ്പം അതുകൊണ്ട് ഒഴിവായി പോകൂല. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ബി വുജൂബിൽ ജുമഅത്തി അലാ അഹ്ലിൽ ബലദി വൽ ഖുറാ മഅൻ, എല്ലാവർക്കും ജുമഅ നിർബന്ധമാകും. അത് ആ നാട് നിന്നോ വിദൂര നാട്ടിൽ നിന്ന് വന്നോലോ എന്നൊന്നും വ്യത്യാസപ്പെടുത്തണ്ട, എല്ലാവർക്കും ജുമഅ നിർബന്ധമാണ്. എന്നാൽ ഹംബലി മദ്ഹബ് പ്രകാരം ലാ തജിബുൽ ജുമഅത്തു അലാ അഹ്ലിൽ ഖുറാ വലാ അലാ അഹ്ലിൽ ബലദ്, പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്തില്ല, ജുമഅ നിർബന്ധമാകുന്നില്ല. ബൽ യസ്ഖുതു അൻഹു ഫർദുൽ ജുമഅത്തി ബിസലാത്തിൽ ഈദി, പെരുന്നാൾ നിസ്കാരം കൊണ്ട് ജുമഅ നിസ്കാരം ഹംബലി മദ്ഹബ് പ്രകാരം ഒഴിവായി പോകും. അപ്പോൾ പിന്നെ ജുമഅ നിസ്കരിക്കണമെന്നില്ല. വയുസല്ലൂന ളുഹറ, അവർ നിസ്കരിച്ചാൽ മതി. ഇത് ഹംബലി മദ്ഹബിന്റെ വീക്ഷണമാണ്. മാലിക്കി മദ്ഹബോ മാലിക്കി മദ്ഹബിന്റെ വീക്ഷണം പറഞ്ഞത് കണ്ടില്ല. നേരെ മറിച്ച് ബുഖാരി വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഐനി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ബദ്റുദ്ദീനുൽ ഐനി റളിയല്ലാഹു അൻഹു ഉംദത്തുൽ ഖാരി ബുഖാരി വിശദീകരിച്ചുകൊണ്ട് അവിടെ മാലിക്കി മദ്ഹബ് പറയുന്നത് കണ്ടു. മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും ഒരുപോലെയാണ്. വബിഹി ഖാല മാലിക്കുൻ,
ഹംബലി മദ്ഹബ് വിശദീകരിച്ചിട്ട് അവിടെ പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് മാലിക്കി മദ്ഹബിലും. അപ്പൊ 4 മദ്ഹബിന്റെ വീക്ഷണവും വ്യത്യാസപ്പെട്ടിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാഫിഈ മദ്ഹബ് പ്രകാരം എന്തായാലും പെരുന്നാൾ നിസ്കരിച്ചാൽ ജുമ നിസ്കരിക്കണം, ജുമ ഒഴിവായി പോകൂല. 4 മദ്ഹബിന്റെ വീക്ഷണം റഹ്മത്തുൽ ഉമ്മ ഫി ഇഖ്തിലാഫിൽ അഇമ്മ എന്ന കിതാബിലും ഈ രൂപത്തിൽ തന്നെയൊക്കെ പറഞ്ഞു പോയത്. അപ്പൊ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിച്ചു പോകൾക്ക് പോവാം, ജുമക്ക് പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഖുതുബയിൽ പരാമർശം നടത്തിയല്ലോ. അപ്പോൾ പിന്നെ ജുമ ഒഴിവായി എന്ന് വരുന്നുണ്ടല്ലോ എന്ന ഹദീസുകളൊക്കെ സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ കണ്ടല്ലോ എന്നുള്ള ചോദ്യം വന്നേക്കാം. ആ ഹദീസ് മഹാന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടുത്ത സ്വഹീഹ് ബുഖാരിയിൽ കൊണ്ടുവരുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയുടെ 1020, 1021 പേജുകൾ നോക്കിയാൽ കാണും. അതായത് ഉളുഹിയത്തിൻ്റെ ബാബിൽ നോക്കണം കേട്ടോ. കാരണം വലിയൊരുന്നാളും അതുപോലെ തന്നെ വെള്ളിയാഴ്ചക്ക് ഒരുമിച്ച് വന്നോടത്താണ് പരാമർശം നടന്നത്. അപ്പം അതുകൊണ്ട് ഉളുഹിയത്തിൻ്റെ ബാബിൽ അത് ആ ഹദീസ് വന്നത് 5572 ഹദീസായിട്ട് കാല അബൂ ഉബൈദിൻ റഹിമഹുല്ല പറയാൻ സുമ്മ ഷഹിദ്തു മഅ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനോട് കൂടെ ഞാൻ പങ്കെടുത്തു. ഫക്കാന ദാലിക യൗമൽ ജുമഅ, അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പൊ ഫസല്ലാ ഖബ്ലൽ ഖുത്ബത്തി, ഉസ്മാൻ എന്നവർ എന്തായി ഖുത്ബന്റെ മുമ്പ് നിസ്കരിച്ചു. പെരുന്നാൾ നിസ്കാരം അങ്ങനെയാണല്ലോ ഉണ്ടാകുക. ആദ്യം ഈ പറയുന്ന നിസ്കാരം നടക്കും, പിന്നെയാണ് എൻ്റെ ഖുത്ബ അടക്കലുണ്ടാകുക. വെള്ളിയാഴ്ച ആകുമ്പോൾ ആദ്യം ഖുത്ബ ഉണ്ടാകും, പിന്നെ ജുമ നിസ്കാരം ഉണ്ടാകും. ആ പെരുന്നാൾക്കാവുമ്പോൾ ആദ്യം നിസ്കാരം നടക്കും. സുമ്മ ഖതബ, പിന്നെ മഹാനുൽ ഖുത്ബ ഓതി. വഖാല, ആ ഖുത്ബയിൽ പറഞ്ഞു, അതാണ് ഇവിടുത്തെ പരാമർശം. യാ അയ്യുഹന്നാസ് ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅ ലക്കും ഫീഹി ഈദാനി, ഈ ദിവസം 2 പെരുന്നാൾ വന്നു. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ പെരുന്നാൾ തന്നെയാണല്ലോ, അതുപോലെ തന്നെ വലിയൊരുന്നാളും വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമാണ്. ഫമൻ അഹബ്ബ അൻ യൻതദിറൽ ജുമഅതി മിൻ അഹ്ലിൽ അവാലി ഫൽയൻതദിർ, അഹ്ലുൽ അവാലിക്കാരോടാ പറഞ്ഞത്. അവരോട് എടുത്ത് പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജുമ കൂടെ നിന്നോളി. ഇനി അടുത്തവിടെ ജുമ ഉണ്ട്, ജുമയുടെ നടക്കും. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ജുമക്ക് നിന്നോളി. അല്ല വമൻ അഹബ്ബ അൻ യർജിഅ ഫഖദ് അദിൻതു ലഹു, നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങൾക്ക് നമ്മൾ സമ്മതം തന്നു, നിങ്ങൾ പോവാണെങ്കിൽ പോയിക്കും ചെയ്തോളി. അല്ല നിങ്ങളോട് നിൽക്കുകയാണെങ്കിൽ പിന്നെന്തായി, ജുമക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം വീട്ടിക്ക്. കാരണം വിദൂരമായ ഒരു നാടാണ് ഈ പറയുന്ന അവാലി എന്ന് പറയുന്ന നാട്. അത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മഹാന ഇമാം ബദ്റുദ്ദീൻ ഐനി റളിയല്ലാഹു അൻഹു ഉംദത്തുൽ കാരിയിൽ തന്നെ അത് പറയുന്നുണ്ട്. ഈ അവാലി എന്ന് പറഞ്ഞാൽ എവിടെയാണ്, എന്താണ്, ഏതാണെന്നൊക്കെ. ഉംദത്തുൽ കാരിയുടെ എൻ്റെ 14-ാം വാള്യം ഇതിൻ്റെ 571 പേജിലുണ്ടോ. ഈ അഹ്ലുൽ അവാലി, അവാലി എന്ന് പറയുമ്പം ജംഉൽ ആലിയത്താണ്. ആലിയത്തിന്റെ ജമ്മാണ് അവാലി. വഹിയ ഖുറാബി ഖുർബിൽ മദീനത്തി മിൻ ജിഹത്തി ഷർക്ക്, കണ്ടോ, മദീനയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു നാടാണ്. അത് ഏകദേശം മദീനയുടെ ഏകദേശം 4 മൈൽ 8 മൈൽ എന്നൊക്കെ പറയാം, അത്രയും ദൂരത്തുള്ളൊരു നാടാണ്. ആ നാടിനെയാണ് ഈ അവാലി എന്ന് പറഞ്ഞത്. അവരോടാണ് പറഞ്ഞത്, ഒന്നിരിക്കൽ നിങ്ങളോട് നിന്നോളി, അല്ലെങ്കിൽ തിരിച്ചു പൊയ്ക്കോളി എന്നുള്ള അതിൻ്റെ പരാമർശം. നിങ്ങൾക്ക് സമ്മതമുണ്ട്, വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നിൽക്കുന്നവർക്ക് നിൽക്കും ചെയ്യാം എന്ന് പറയുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ മത പ്രകാരം, ഷാഫി മത പ്രകാരം ഒരിക്കലും പെരുന്നാൾ നിസ്കാരം കൊണ്ട് ജുമ ഒഴിവായി പോകുന്നില്ല. ഇത് മദ്ഹബ് വ്യത്യാസമുള്ള വിഷയങ്ങളാണ്. ഈ ഹദീസ് പിടിച്ചുകൊണ്ട് ചില മദ്ഹബ് അങ്ങനെ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ അതിന് അർത്ഥം വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി കൊണ്ട് ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ എൻ്റെ 12-ാം വാള്യം ഇതിൻ്റെ 500-ാമത്തെ പേജ് തന്നെ. വമൻ അഹബ്ബ അൻ യർജിഅ ഫഖദ് അദിൻതു ലഹു എന്നുള്ള ഹദീസിൽ പറഞ്ഞത്, അവിടെ പറഞ്ഞതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു ഖുത്ബയിൽ അങ്ങനെയല്ലേ പറഞ്ഞത്. ഇസ്തദല്ല ബിഹി മൻ ഖാല ബിസുഖൂത്തിൽ ജുമഅതി അമ്മൻ സല്ലൽ ഈദ ഇദാ വാഫഖൽ ഈദു യൗമൽ ജുമഅതി, വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം കൊണ്ട് ജുമ ഒഴിവായി പോകും എന്ന് പറയുന്ന വാദമുണ്ട്. വഹുവ മഹ്കിയുൻ അൻ അഹ്മദ്, ഉണ്ടോ, അത് ഹംബലി മത പ്രകാരം പോകുന്നൊരു വാദമാണ്. ഉജീബ, അതിന് മറുപടി കൊടുക്കുകയാണ്. ബി അന്ന ഖൗലുഹു അദിൻതു ലഹു എന്ന് പറഞ്ഞില്ലേ ഉസ്മാൻ റളിയല്ലാഹു, അദിൻതു ലഹു വേണമെങ്കിൽ തിരിച്ചു പോകാം, സമ്മതം തന്നു, ഞാൻ സമ്മതം തന്നു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പറയുമ്പം ലൈസ ഫീഹി തസ്രീഉൻ ബി അദ്മിൽ ഔദി, ഒരിക്കലും മടങ്ങി വരണ്ട അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണ്ട എന്ന് പറഞ്ഞില്ല, പോണേ പോയിക്കോളി,
എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം തിരിച്ചു വരണ്ട എന്നായോ? ഇനി അവിടെ കെട്ട് ഒന്ന്. രണ്ടാമത്തെ വൈലൻ വീണ്ടും പറയുകയാണെങ്കിൽ ഫലാഹിറുൽ ഹദീത്തി ഫി കൗനിഹി മിൻ അഹ്ലിൽ അവാലി. ഈ പറയുന്ന എന്നെ ശരിക്കും ഹദീത്തിൽ പറഞ്ഞ എന്നെ അവാലിക്കാരോടാണ്. അവർ വിദൂരമായ നാട്ടുകാരാണ്. ആ നാട്ടുകാരല്ല, അവർക്ക് ജുമാ കിട്ടണമെങ്കിൽ ഇവിടെ വരണം, അത്രയും ദൂരത്തുനിന്ന് വരണം. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ നമുക്ക് തിരിയില്ലെങ്കിലും കുറച്ച് പ്രായമുള്ളവർക്ക് പെട്ടെന്ന് തിരിയും. അവരുടെ കാലത്തൊക്കെ ജുമാക്ക് കൊടുക്കാൻ പോയിന് ചോദിച്ചു നോക്കിയാൽ ഇപ്പൊ കാണുന്ന പല ജുമാത്തുള്ളിലും ജുമ ഉണ്ടായിണ്ടാവില്ല, കുറെ വിദൂരമായ സ്ഥലത്തേക്ക്. ഇനി കുറച്ചും കൂടി നമ്മുടെ ഒരു വല്ലിപ്പാന്റെ കാലത്തൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്രയോ ദൂരമായ സ്ഥലത്തൊക്കെ ഒരു ജുമാക്ക് പോയ കഥകളൊക്കെ പറഞ്ഞ കഥകൾ ഇവർ പറഞ്ഞുതരും. അപ്പൊ ഇതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥകളല്ലേ ഈ പറയണതൊക്കെ. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദൂരമായ സ്ഥലത്തു നിന്നാണ് അവർ ഈ പറയുന്ന ജുമാക്ക് വന്നിരുന്നത്. അപ്പൊ അവരത്രയും വിദൂരമായ സ്ഥലത്തുള്ളവരാ. അപ്പൊ അവര് ഇനി ജുമാ ഈ പറയുന്ന പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ജുമാക്ക് തന്നെ വരണം എന്ന് പറഞ്ഞാൽ പ്രയാസമല്ലേ, അത് ബുദ്ധിമുട്ടല്ലേ അത്. പിന്നെന്ത് പെരുന്നാളാ, പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ യാത്രയിൽ തന്നെ ആയിരിക്കും, ഇങ്ങനെ നടക്കുക. നടത്തത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നത്തെ പോലത്തെ ഈ പറയുന്ന എൻ്റെ വാഹന സൗകര്യങ്ങളും ഇല്ലല്ലോ. ഇന്നൊക്കെ പെട്ടെന്ന് പോയി വരാനൊക്കെ പറ്റി വരും. ഇത് നടന്നു പോകണ്ടേ? അല്ലെങ്കിൽ അങ്ങനത്തെ ഈ പറയുന്ന കുതിരപ്പുറത്തോ അതുപോലെ തന്നെ കൈതപ്പുറത്തോ അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തോ ഒക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് അവാലിക്കാരോടാണ് പറയുന്നത്. അന്നഹും ലം യകൂനു മിമ്മൻ തജിബു അലൈഹിമുൽ ജുമുഅത്തു ലി ബഅദി മനാസിലിഹിം അനിൽ മസ്ജിദി. പള്ളിയെ തൊട്ട് വിദൂരമായ സ്ഥലത്തുള്ളവരാ, അവർക്ക് അവിടെ ജുമാ നിർബന്ധമാകുന്നില്ല. അങ്ങനത്തെ ആളുകളോടാണ് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞത്. അതല്ലാതെ ഈ നാട്ടിലുള്ളവരല്ല, ഇവർക്ക് ജുമാ നിർബന്ധമാണ് എന്നാണ് ഈ ഹദീസ് കൊണ്ട് ഈ പറയുന്ന ഖുത്ബയിലെ പരാമർശം കൊണ്ട് വിവക്ഷിക്കേണ്ടതെന്ന് ആര് പറയുന്നു? ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതുൽ ബാരിയിൽ പറയുന്നു. മൗലവി പറഞ്ഞതോ മൗലവിന്റെ ഇഷ്ടം അല്ല. എന്താ ഇത് തന്നെയാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസ് കണ്ട മുഹദ്ദിസീങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഇമാം ഖസ്തലാനി റളിയല്ലാഹു ഇർഷാദു ഷാരി എന്ന് പറയുന്ന കിതാബി പറയുന്ന ബുഖാരിന്റെ ഷറഹല്ലേ, ഇതിലെന്താ പറയണത്? ഇതിലിതേ വാദം തന്നെ പറയുന്നത്, ഇതേ രൂപത്തിൽ തന്നെ. 9-ാം വാള്യം ഇതിന്റെ 483-ാമത്തെ പേജ് എടുത്ത് നോക്ക്. ഫതുഹുൽ ബാരി പറഞ്ഞ അതേ രൂപത്തിൽ അതിലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെയും അങ്ങനെ തന്നെ പറയുന്നത്. ഇനി വേണ്ട, ബുഖാരി ഒന്ന് വിശദീകരിച്ചു സാബൂനി ഷറഹുൽ മുയ്സിർ എന്ന് പറഞ്ഞാണ്ട് ഇതിലെ ഹദീസ് കൊടുത്തിട്ട് ഹദീസിന്റെ ഷറഹ് എങ്ങനെ, ഹദീസിന് നമുക്ക് എന്താ മനസ്സിലാണത്, നമ്മൾ ഇന്നെന്താ പാഠം ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവല്. അതിൽ സാബൂനി പറയുന്നുണ്ട്, ഇത് ഈ ഹദീസിന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇതിന് 5-ാം വാള്യം 207-ാമത്തെ പേജിൽ മാ യുസ്തഫാദു മിനൽ ഹദീസ് ഉണ്ടോ. ഈ ഹദീസിന് നമ്മൾ എന്ത് പാഠം ഉൾക്കൊള്ളണം? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹദീസിന് എന്താ പാഠം ഉൾക്കൊള്ളേണ്ടത്? അവിടെ പറയുന്ന സാലിസ് 3-ാമത്തെ ഒരു പാഠം നമുക്ക് ഉൾക്കൊള്ളേണ്ടത് വഫീഹി അന്നഹു ഇദജ്തമഅ ഫീ യൗമിൽ വാഹിദ് സലാത്തുൽ ജുമുഅത്ത് വ സലാത്തുൽ ഈദ്. വെള്ളിയാഴ്ച ദിവസം രണ്ടും കൂടി ഒരുമിച്ച് കൂടി, അതായത് വെള്ളിയാഴ്ച ദിവസം പെരുന്നാളും ജുമയും ഒക്കെ പാടെ ഒരുമിച്ച് കൂടാണ് എന്നുണ്ടെങ്കിൽ ഫൈന സലാത്തുൽ ഈദ് തുജ്സി അനിൽ ഇത്യാനിൽ സലാത്തുൽ ജുമുഅ. പെരുന്നാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജുമുഅ നിസ്കരിക്കേണ്ടതില്ല, അത് മതിയാകും, പെരുന്നാൾ കൊണ്ട് തന്നെ മതിയാകും. അപ്പൊ യുസല്ലി മക്കാനഹുൽ ളുഹ്റ, ജുമുഅന്റെ സ്ഥാനത്ത് ഈ പറയുന്ന ളുഹ്ർ നിസ്കരിച്ചാൽ മതി. വഹാദാ മദ്ഹബു അഹ്മദ്, ഇത് മദ്ഹബ് അഹ്മദ് ഹംബലി മദ്ഹബ് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു പാഠം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ ഒരു പാഠം ഉൾക്കൊണ്ടത് എന്താണ്? ഈ പറയുന്ന രൂപത്തിലുള്ള വാദം അത് ഷാഫിഈ മദ്ഹബ് പ്രകാരം അല്ല, മദ്ഹബ് വ്യത്യാസമുണ്ട്. ഹംബലി മദ്ഹബ് പ്രകാരമാണ് പറഞ്ഞത്. എന്നാൽ വഖാലൽ ജംഹൂറു, ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ലാ ബുദ്ദ മിൻ സലാത്തുൽ ജുമുഅത്തി വലാ തുസ്ഖുത്തുൽ ജുമുഅത്തു ബി സലാത്തിൽ ഈദി. പെരുന്നാൾ നിസ്കാരം കൊണ്ട് ഒരിക്കലും ജുമുഅ നിസ്കാരം കൂടി പോകൂല, അങ്ങനെ ഒരിക്കലും ഉണ്ടാകൂല. അപ്പൊ ഹദീസ് പറഞ്ഞതോ ഫഇന്നമാ കാന ഖാസം ബി അഹ്ലിൽ അവാലി, അത് അവാലിക്കാരോട് പറഞ്ഞല്ലേ, അതാ നാട്ടുകാരോട് മാത്രം പറഞ്ഞ നമുക്ക് ബാധിക്കുന്ന ഒന്നല്ല എന്നതും നമ്മൾ ഈ ഹദീസ് കൊണ്ട് പാഠം ഉൾക്കൊള്ളണം. ഇതിലേറെ പഞ്ഞു കൊടുക്കുക, വ്യക്താക്കി തരേണ്ടത്. ഏതായാലും ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്തു പറഞ്ഞു, ഇനി അതാ നോക്കേണ്ടത്. മദ്ഹബിന്റെ വീക്ഷണം, ആ മദ്ഹബിലെ ഇമാമിങ്ങളല്ലേ പറഞ്ഞു തരേണ്ടത്. ഈ ഹദീസുകളൊക്കെ കണ്ടവരാണ് അവര്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ ഹദീസ് തന്നെ പരാമർശിച്ചുകൊണ്ട് മഹാനായ രണ്ടാനു ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോക പ്രശസ്ത കിതാബാകുന്ന ഷറഹ് മുഹദ്ദബ്, മജ്മുഉൻ ഷറഹ് മുഹദ്ദബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കാര്യം ആണയിട്ട് ഉറപ്പിച്ച് പറയാം,
ഒരു നാട്ടിൽ പെരുന്നാൾ നിസ്കാരം നടന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഷാഫിഈ മദ്ഹബ് പ്രകാരം, നമ്മുടെ മദ്ഹബ് പ്രകാരം ഒരിക്കലും ആ നാട്ടുകാർക്ക് ജുമാ ഒഴിവായി പോകുമെന്നുള്ള വാദം ഒരു തർക്കവുമില്ല. അങ്ങനൊന്നുമില്ല. ഒരു തർക്കമില്ലാത്തൊരു വിഷയമായിട്ടാണ് മഹാനവറുകൾ ഇത് സംസാരിക്കണേ തന്നെ. ഇതിൻ്റെ 4-ാം വാള്യം, ഇതിൻ്റെ 14-ാമത്തെ പേജിൽ കണ്ടോ, ഇദത്തഫഖ യൗമുൽ ജുംഅത്തി യൗമ ഈദിൻ വഹദറ അഹ്ലുൽ ഖുറാ എന്ന് പറഞ്ഞാണ്ട്. അപ്പം വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പെരുന്നാൾ കയറി വരികയാണ്. എന്നാൽ ലം തുസ്ഖുതുൽ ജുംഅത്തു ബിലാ ഖിലാഫിൻ അൻ അഹ്ലിൽ ബലദ്. കണ്ടോ, ആ നാട്ടുകാർക്ക് ജുമ ഒഴിവായി പോകൂല, ഒരു തർക്കമില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞു ഫറോൻ ഒന്ന് പറയട്ടെ, ഫി മദാഹിബിൽ ഉലമാ ഫി ദാലിക, ഈ വിഷയത്തിൽ മദ്ഹബിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അതൊന്ന് പറയാം. ഖദ് ദക്കർന അന്ന മദ്ഹബന വുജൂബുൽ ജുംഅത്തി അലാ അഹ്ലിൽ ബലദ്, ആ നാട്ടുകാർക്ക് ജുമ നിർബന്ധമാണ്, ഇതാണ് നമ്മളെ മദ്ഹബ്, യാതൊരു അംശവുമില്ല. എന്നാൽ മദ്ഹബ് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഹംബലി മദ്ഹബ് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ പോകണ. പിന്നൊക്കെ ഹനഫി മദ്ഹബ് പറഞ്ഞു, ഹംബലി മദ്ഹബ് പറഞ്ഞു. ഹംബലി മദ്ഹബാണ് പിന്നെ അവരൊക്കെ പറഞ്ഞു തുസ്ഖുതുൽ ജുമഅത്തു അൻ അഹ്ലിൽ ഖുറ വ അഹ്ലിൽ ബലദി വലാകിൻ യജിബുൽ ളുഹ്റ. ആണോ, ഒരു ദൂർ സ്കരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത് അത് ഹംബലി മദ്ഹബാ, ഷാഫി മദ്ഹബ് അല്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ മദ്ഹബിൽ ഇത് 4, അതായത് വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിശ്വസിക്കേണ്ട വിശ്വാസം 4 റൂട്ട് കൂടെ പോകുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം എന്ന് മഹാനായ ഇമാം ബാലവി റളിയല്ലാഹു അൻഹു ബഗയുടെ 1-ാം വാള്യത്തിന്റെ 703-ാമത്തെ പേജിലും പറയുമ്പോൾ പിന്നെ എല്ലാം അയിഞ്ഞ്. ഫീമാ ഇദാ വാഫഖ യൗമുൽ ജുമഅത്തി യൗമുൽ ഈദ് ഫഫിൽ ജുമഅത്തി. കണ്ടോ, വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ജുമയുടെ വിഷയത്തിൽ 4 മദാഹിബ്. കണ്ടോ, 4 മദ്ഹബ് അങ്ങോട്ട് പറയണം നമ്മുടെ. അതപ്പോ നമ്മൾ ഈ പറഞ്ഞൊക്കെ നമ്മുടെ മദ്ഹബ് അങ്ങോട്ട് പറയാം. ഫമദ്ഹബുന, ഷാഫിഈ മദ്ഹബ് പറയാം, അന്നഹു ഇദാ ഹളറ അഹ്ലുൽ ഖുറ വൽ ബവാദിൽ ഈദ് വഖറജു മിനൽ ബിലാദ് ഖബ്ല അസ്സവാൽ ലം തൽസമുൽ ജുമഅ. കണ്ടോ, വ അമ്മാ അഹ്ലുൽ ബലദി ഫതൽസമുഹും, ആ നാട്ടുകാർക്ക് ജുമ നിർബന്ധമാകും. ആ നാട്ടുകാർക്ക് ഒരിക്കലും പെരുന്നാൾ നിസ്കാരം കൊണ്ട് ജുമ ഒഴിവായി പോകൂല. ഇത് വളരെ വ്യക്തമല്ലേ? അപ്പൊ പിന്നെ വഹാബികൾ പറയുന്നതോ മൗലവിമാർ അത് എന്താ അല്ലാഹു അലം, അറിയില്ല അവരെന്താ പറയുന്നത്. അവരെ വൈക്യം പിടിച്ച് അങ്ങനെ തോന്നിയ വിളിച്ചു പറയും. നാളെ ചോദിച്ചാൽ ചിലപ്പോൾ മാറ്റി പറയാം, ഒന്നും പറയാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് അവരെ ഫോളോ ചെയ്യണ്ട. ഈ റൂട്ടിലാണ് നമ്മൾ പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആരാധനയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് എന്ന് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവരെ ഷെറിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.